10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നില്ലേ? ഇപ്പൊ റിസൾട്ട് വന്നില്ലേ? റിസൾട്ട് അങ്ങോട്ട് വരും. റിസൾട്ട് വന്ന ഉടനെ മുഴുവനും മോക്ക് A+, 2 ഫ്ലെക്സ് മതിലിന്റെ മുകളിൽ. തന്റെ മക്കൾക്ക് മുഴുവനും A+ കിട്ടിക്കഴിഞ്ഞാൽ കണ്ട പോസ്റ്റിന്റെ മുകളിൽ മുഴുവനും മോളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മുഴുവനും A+. ഉമ്മാടെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി, തന്റെ മൊബൈലിലുള്ള എല്ലാരും കാണണം തന്റെ മോൾക്ക് മുഴുവനും A+ കിട്ടിയെന്ന്. എന്റെ പൊന്നാര ഉമ്മ, നിന്റെ മകൾക്ക് അള്ളാഹു കൊടുത്ത ഭാഗ്യം, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, അവക്ക് A+ കിട്ടി, നീ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, നല്ല കാര്യം. നീ എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നേ? 40 പേര് കാണാൻ. റോഡിന്റെ മുകളിൽ ഏത് പോസ്റ്റിലും A+ വാങ്ങിച്ച പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണാം, മക്കളുടെ ഫോട്ടോ കാണാം. പേടിക്കണം നീയൊക്കെ. അപ്പോഴാ ഒരുത്ത ഇങ്ങനെ വരുന്നു, ഉമ്മായും മോളും കൂടെ ഉമ്മായും മോളും കൂടെ വരുമ്പോ 10ാം ക്ലാസ്സിൽ A+ കുറഞ്ഞു പോയതിന്റെ വഴക്കും പറഞ്ഞു വരുമ്പോഴാ ഫ്ലെക്സ് കാണുന്നേ. കണ്ടോടാ ആയിഷാടെ മോളെ, കണ്ട മുഴുവനും A+. നീ ഇങ്ങനെ കഴുതയെ പോലെ നടന്നോ, മന്ദബുദ്ധിയെ പോലെ നടന്നോ? ബുദ്ധി എന്തൊരു ബുദ്ധിയാണെന്നറിയാം, ഒറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ഉസ്താദെ? പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഉറക്കം വരുന്നു ഉസ്താദെ. ഫ്ലെക്സിന്റെ മുകളിൽ ഇരുന്നതാ. A+ വാങ്ങിച്ച് പോസ്റ്റിന്റെ മുകളിൽ കയറി ഇരുന്നില്ലേ? നീ സ്റ്റാറ്റസ് ഇട്ടില്ലേ? ഇന്ന് നീ പറയുന്ന എന്താ? ഉസ്താദെ പഠിക്കാനിരുന്ന എന്റെ മോൾ ഉറക്കം തൂങ്ങുവാ. എങ്ങനെ തൂങ്ങാതിരിക്കും ആമിന? ഉസ്താദെ പഠിച്ചത് മുഴുവനും മറന്നു പോകുന്നു ഉസ്താദെ, എങ്ങനെ മറക്കാതിരിക്കും? നീ ഇങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുത്തവളല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളത് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാ നിങ്ങളോട് പറഞ്ഞത്, ദീന ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊരു വീടാ അല്ലാ, എന്തോ അതല്ല, ഇങ്ങനെ പറയുന്നത് നല്ലതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പടച്ചവനെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ ജുഹുഫ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ താമസിക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം കാരണം പടച്ചവനെ നബി തങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുകയാണ്. ആ താമസിക്കുന്ന സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സഹൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, കുളിക്കാൻ തന്റെ കമീസ് ഊരുകയാണ്. പെങ്ങളെ, ആ സ്വഹാബി തന്റെ കമീസ് ഊരുമ്പോ കാണാ സുന്ദരനാണ്, വല്ലാത്ത ബോഡിയുള്ള ആളാണ്. പടച്ചവനെ സിക്സ് വാക്ക് പോലെ നല്ല ബോഡിയുള്ള ചെറുപ്പക്കാരനാണ്. സഹൽ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ കമീസ് ഊരുമ്പോ തന്റെ ശരീരം കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, സഹാബിയ പെങ്ങള്, ആമിർ തങ്ങള് സ്വഹാബിയാണ്. ആ സ്വഹാബി സഹൽ തങ്ങളുടെ ശരീരം കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്തൊരു ശരീരമാ, ഇങ്ങനെ ഒരു ശരീരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സഹൽ റളിയല്ലാഹു തആല അൻഹു കമീസ് അങ്ങോട്ട് ഊരിയപ്പോ ആ ശരീരം കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു സാധാരണ രീതിയിൽ പറഞ്ഞു, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. സഹൽ തങ്ങളുടെ ബോഡി കണ്ടപ്പോ ആമിർ തങ്ങൾ പറഞ്ഞു, പടച്ചോനെ എന്തൊരു ശരീരം, ഇതുപോലൊരു ശരീരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറഞ്ഞു തീർന്നതും ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു, ബോധം കെട്ട്. സഹൽ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീണു. സഹാബത്ത് ഓടി ചെന്നു, എന്തു പറ്റിയെന്ന് അറിയില്ല. എടുത്തുകൊണ്ടില്ല ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി. നബിയെ, നിന്ന നിപ്പിന് വീണ് നബിയെ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി, എന്താ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയെ. നബിതങ്ങളുടെ മുഖം ചുമന്നു. നബിതങ്ങൾ ആമിർ തങ്ങളോട് ചോദിച്ചു, ആമിറേ, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയന റസൂലുള്ളാഹി. പിന്നെ നബിതങ്ങൾ വെള്ളം ഊതി ആമിർ സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തൊഴിച്ചപ്പോഴാ ബോധം തിരിച്ചു വന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ കണ്ണ് ഭയപ്പെടണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ വല്ലാതെ ഭയപ്പെടണം. പണ്ടുള്ള ആൾക്കാര്, ചില ഉമ്മമാര് വരുമ്പോ പറയും, കുഞ്ഞിനെ എടുത്ത് അകത്ത് കയറിക്കോളാം, എപ്പോഴും എടുത്തകത്ത് കയറാൻ പറയും. ഒരാള് വരുന്നത് കാണുമ്പോഴേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഞാൻ എന്റെ ജോലി ചെയ്യുന്ന പള്ളിയില് ഉളുഹിയത്തിന് പോത്ത് വാങ്ങാൻ പോകുമ്പോ ഞാൻ ഒരിക്കൽ കൂടെ പോയി.
അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഒരു അച്ചായന്റെ പറമ്പിൽ ഒരുപാട് പോത്ത് നിൽക്കുന്നു. ഒരു പോത്തിനെ മാറ്റി കെത്തി നോക്കുമ്പോൾ നല്ല ഈ കാട്ടുപോത്തിനെ പോലെ കാണാൻ നല്ല സൗന്ദര്യമുള്ളൊരു പോത്ത്. അപ്പൊ നമ്മൾ ചോദിച്ചു അതിനെ കൊടുക്കുന്നില്ലേ? അത് കച്ചവടം കഴിഞ്ഞു. ഇല്ല, അത് ഉളുഹിയത്ത് ഇറക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു അതിന്റെ വാലറ്റുപോയത്. ആ പോത്തിന്റെ വാലറ്റുപോയത്. അപ്പൊ ന്യൂനതയുള്ളത് ഉളുഹിയത്തിന് പറ്റൂലല്ലോ, മാറ്റി നിർത്തിയിരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തു പറ്റി അച്ഛാ? നോക്കിയില്ലേ? ഒന്നുമില്ല ഉസ്താദെ, നിങ്ങളുടെ ഒരാള് വന്നിട്ട് ഈ പോത്തിന് വില പറഞ്ഞു. ഈ ഉളുഹിയത്തിന് നിർത്തിയിരുന്ന ഈ പോത്തിനെ കാണാൻ ഒരു കാക്ക വന്നിട്ട് നോക്കിയിട്ട് വിലയൊക്കെ പറഞ്ഞു. കച്ചവടം നടന്നില്ല. തിരിച്ചു പോകാൻ സമയമായ പവൻ പറഞ്ഞു, അച്ഛാ വല്ലാത്ത വാല കേട്ടോ, വല്ലാത്ത വാല കേട്ടോ. അവിടെ എല്ലാത്തിനും വാക്കവും പറഞ്ഞു. അവനങ്ങ് പോയി. പിറ്റേ ദിവസം ഈ പോത്ത് വാലിട്ടടിച്ചപ്പോ എവിടോ കൊണ്ടിട്ട് വാലിന്റെ ഒരു സൈഡ് മുറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കാക്ക വന്ന് കൊത്താൻ തുടങ്ങി. അവസാനം ആ വാല് തന്നെ അറ്റുപോയി. അള്ളാഹു കാക്കമാറാകട്ടെ, അള്ളാഹു കാക്കമാറാകട്ടെ. ഇതാണോ ചില വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത്. അവര് നശിച്ചു പോകാൻ പറയുന്നതല്ല, പക്ഷെ അവരുടെ വാക്കുകൾ അത് അത്ഭുതത്തിന്റെ വാക്കാണ്. മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള്, നല്ല ഗ്ലാമറുള്ളവരെ രണ്ടുപേരും. ഹസനും ഹുസൈനും വല്ലാത്ത സൗന്ദര്യമാണ്. ഈ മക്കളെ പുറത്തു വിടുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ചെയ്തിട്ട് തലയിൽ ഊതും. രണ്ട് മക്കളുടെയും കല്യാണത്തിന് വിടുമ്പോ, പുറത്തു വിടുമ്പോ, ആൾക്കാർ കൂടുന്ന സമയത്ത് വിടുമ്പോ ചിലര് കുഞ്ഞുങ്ങളുടെ കവളിലൊക്കെ കയറി ഇങ്ങോട്ട് പിടിക്കും. നല്ല സുന്ദരനാണല്ലോ. എന്ത് ചെയ്യണം? മക്കളെ പുറത്തു വിടുന്ന സമയത്ത് ഒരു ദുആ ചെയ്തവരുടെ തലയിൽ ഊതണം. നബിതങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ അവരുടെ തലയിൽ ഊതുമായിരുന്നു. അവരുടെ തലയിൽ ഊതി മന്ത്രിച്ചിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. മക്കളെ അങ്ങനെ വിടണം, അങ്ങനെ വേണം മക്കളെ പുറത്തു വിടാൻ. അല്ലെങ്കിൽ പരിശോധന എന്നും രോഗവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. അതാ ഉപ്പാപ്പമാരുടെ തലമുറകൾ കൈമാറി കിട്ടിയ ദുആയാണ്. നിങ്ങളെ മൂന്നാമത്തെ കണ്ണ് ഏതെന്നറിയുമോ? കൊന്നുകളയുന്ന കണ്ണാ. മൂന്നാമത്തെ കണ്ണ് കൊന്നുകളയുന്ന കണ്ണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പൊ തന്നെ സംഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു തേങ്ങയാ നിൽക്കണത് റബ്ബേ. ഒരൊറ്റ പറച്ചല, തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും അത്. ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ ചാവാൻ പോകുന്നോടാ, വണ്ടിയിൽ ഇങ്ങനെ പോവാ, അപ്പോഴൊരു ബൈക്കിൽ ഇങ്ങനെ രണ്ട് പുള്ളന്മാര് പാഞ്ഞു പോകുന്നുണ്ട്, വായുളിയെ പഠിക്കാൻ പോകുന്നോടാ, ചാകാൻ പോകുന്നോടാ. സുബ്ഹാനല്ലാഹ്, ഓടയ്ക്കകത്ത് റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, അൽ-ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. സൂക്ഷിക്കണം നിങ്ങൾ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും. നിക്കണ ഒട്ടകം അപ്പം തന്നെ വീഴും. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. എന്തിനാ മക്കളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്ന? എന്തിനാ? നിന്റെ ഇട്ടാ പോരെ? എടാ, എല്ലായിടത്തിന്റെ ഫോൺ എടുത്തൊക്കെ തുറക്കുമ്പോഴേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കൾ ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ നിന്റെ ഫോട്ടോ ഇട്? പോയാ നീയല്ലേ പോത്തുള്ളൂ. എന്തിനാ മക്കളെ കളയുന്നേ? നിങ്ങളുടെ സ്റ്റാറ്റസ് ഇട, എന്തിനാ മക്കളെ ഇടുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എന്തിനാ മക്കളുടെ സ്റ്റാറ്റസ്? നിന്റെ ഇട്, നീ നിന്റെ ഫോട്ടോ ഇട്. നിന്റെ ഫോൺ തുറന്ന ഉടനെ നിന്റെ ഫോട്ടോ കാണട്ടെ ഇങ്ങനെ നിൽക്കണത്. താത്ത ഇങ്ങനെ നിൽക്കണ ഫോട്ടോ ഇടാത്ത എന്താ? ഈ പിഞ്ചു മക്കളുടെ ഫോട്ടോ എന്തിനാ ഇടുന്നേ? ഇന്ന് കൊച്ചു കുട്ടികളുടെ വീഡിയോ ഇങ്ങനെ കളിക്കുന്നത്, അങ്ങനെ കളിക്കുന്ന, ഡാൻസ് കളിക്കുന്ന വീഡിയോ. അല്ലാഹു അഅലം. പടച്ചോൻ നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. പേടിക്കണം മക്കളെ, പേടിക്കണം. അല്ലാഹു നമുക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ മക്കളുടെ ഫോട്ടോ എടുക്കാൻ പോലും ഞാൻ സമ്മതിക്കൂല ഒരാളും. എന്റെ 3 മക്കളുണ്ട്. 3 പേരെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്റെ മക്കളുടെ ഫോട്ടോ പോലും എന്റെ ഫോണിൽ ആര് വന്നാലും ഞാൻ ഫോൺ എടുക്കാൻ കഴിയും. എന്തിനാ? അവന്റെ ആവശ്യം എന്താ? നമ്മുടെ മക്കളെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കേണ്ട. ഞാൻ പലരും വന്നപ്പോൾ എന്റെ ഉസ്താദ്, എല്ലാവർക്കും നിർബന്ധം ഉസ്താദിന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കണമെന്ന്. എന്നെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ പറയും, ആ പാപം നീ തീർത്തോണം, ഞാൻ ഏക്കൂല. എല്ലാരും എന്നെ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കും, ഫേസ്ബുക്കിൽ എടുത്തിടും. അത് അവര് അവരെല്ലാം തീർത്തോണം. എനിക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന എന്തിനാ? എന്റെ ആവശ്യം എന്താ? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ നമ്മുടെ അമാനത്തല്ലേ, നമ്മുടെ സൗഭാഗ്യമല്ലേ? ആ മക്കളെ പൊന്നുപോലെ നോക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഊട്ടി പോയാ നീ എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നത്? എടാ, നീ വീട് വെച്ച ബാത്റൂം വരെ നീ വീഡിയോ പിടിക്കും. ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, കേറുന്നത് മുതൽ ബെഡ്റൂം മുതൽ അടുക്കള മുതൽ ബാത്റൂം വരെ നീ ഇങ്ങനെ സ്റ്റാറ്റസ് നടന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. വീഡിയോ എല്ലാരും കാണണം, എന്റെ കൊട്ടാരം കാണണം. എങ്ങനുണ്ട് അതിനകത്ത് ഇപ്പോ? സുബ്ഹാനല്ലാഹ്.
എങ്ങനെയുണ്ട് താത്ത? 2 കോടികൾ ചെലവഴിച്ച് കൊട്ടാരം വെച്ച് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇപ്പൊ അതിനകത്ത് കീരിയും പാമ്പും കളി നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സമാധാനമില്ല. എന്തിനാ നീ നാട്ടുകാരെ കാണിക്കുന്നത്? അതൊക്കെ നമ്മൾ ഇതിനോട് ആഗ്രഹിക്കുന്ന വേറെ പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പലതും സൂക്ഷിക്കണം. അതാ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. ചിലതൊക്കെ മറച്ചു വെക്കണം. വാതൊരാതെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളല്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളോട് പറഞ്ഞു കൊടുത്തതാണ്. അതാ ഖുർആനാ പറയുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പെങ്ങളെ, മക്കളെ നല്ലതുപോലെ വളർത്തു. മക്കള് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താ. ആ അമാനത്തായി നൽകിയിരിക്കുന്ന മക്കളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകൂ. അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. ഇന്നത്തെ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയില്ല, അവർക്ക് പേടിയില്ലടോ. അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് പേടിയില്ലാത്തത്. എന്തും ചെയ്യാൻ അവർ തയ്യാറാവുകയാണ്. ഇട്ടുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് ഏത് തോന്നിമാസവും കാണിക്കുകയാണ്. പടച്ചവനെ, നടു റോഡിൽ നിന്ന് റീലെടുക്കുന്ന കാലമാണ്. ഇന്നും ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോ എത്രയോ പേര് നിരന്നിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ പടച്ചവനെ 6 പെണ്ണുങ്ങളുടെ റീല് നടക്കുകയാ. അത്രയും പേര് പരസ്യമായിരിക്കുമ്പോ ഏതോ പാട്ടിട്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു. എന്തൊക്കെ വൃത്തികെട്ട വീഡിയോകളാണ്. മുസ്ലിം പെൺകുട്ടികള് നിസ്കാര കുപ്പായം ഇട്ടുകൊണ്ട് കോമഡി കാണിക്കുന്ന കാലമല്ലേ. ഫർദ ധരിച്ചുകൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ പോയിരുന്ന് ആമീൻ ആമീൻ എന്ന് പറയുന്ന വീഡിയോ പിടിച്ചു ഷെയർ ചെയ്യുന്ന മക്കളുടെ കാലമാ. പെങ്ങളെ, എവിടേക്കാ പോകുന്നത്? അല്ലാഹുണ്ടെന്നുള്ള ചിന്തയില്ലാതെ പോകുന്നല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഒരു വാപ്പ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ. ആരാ അല്ലാഹ് എന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താ നന്നാകും പെങ്ങളെ, നന്നാകും വാപ്പാ. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് കേറിയ പടച്ചവനെ ഭയം കേടി വരികയാണ്. അല്ലാഹുവിനെ മാത്രം അവർക്ക് മതിയാവുകയാണ്. പെങ്ങളെ, സുലൈഖ ബീബിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരല്ലേ. ഈജിപ്തിലെ കൊട്ടാരത്തിലെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണിന്റെ ചരിത്രം കേൾക്കാറ്, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രണയിച്ച സുലൈഖയുടെ ചരിത്രം കേൾക്കാറ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന പെങ്ങളെ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ അകത്ത് വിളിച്ചു കയറ്റിയിട്ട് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞ യൂസുഫിനെ അതാ ചേർത്ത് പിടിച്ച സുലൈഖാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പെങ്ങളെ. യൂസുഫിനെ കേറി പിടിച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? യൂസുഫിനെ കേറി പിടിച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? എന്നാ സുലൈഖ ആരാണെന്ന് നിനക്കറിയോ? ആ സുലൈഖയുടെ ചരിത്രം പഠിക്കണം പെങ്ങള്. താൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരനെ കിട്ടാതെ വന്നപ്പോ ജയിലറയിൽ അടച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? എന്നാ സുലൈഖയുടെ ചരിത്രം വായിച്ചു നോക്ക്. കൊല്ലങ്ങൾ കഴിഞ്ഞു, യൂസുഫ് ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഈ സുലൈഖാനെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെ വിവാഹം കഴിക്കുകയാ. യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെയും പ്രണയ പാട്ട് കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമല്ലേ? എന്നാ സുലൈഖയുടെ ഒരു ചരിത്രമുണ്ട് പെങ്ങളെ. സുലൈഖ യൂസുഫിനെ കയറി പിടിച്ചു, ജയിലിലടച്ചു. അതൊക്കെ ശരി തന്നെ. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് സുലൈഖാനെ യൂസുഫ് തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ രണ്ടുപേരും വിവാഹമെല്ലാം കഴിഞ്ഞിട്ട് മണിയറയിൽ ചെന്നപ്പോ ഈ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാമുമായിട്ട് സഹകരിക്കുന്നില്ല. വലിയ സ്നേഹമൊന്നും വലിയ പരിഗണനയൊന്നും പഴയ ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി സുലൈഖാനോട് ചോദിച്ചു, സുലൈഖ, എന്ത് പറ്റിയിടി നിനക്ക്? അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. എന്റെ മുമ്പിൽ ഒരു നാണമില്ലാതെ നീ എന്റെ അടുക്കൽ വന്ന് യാചിച്ചവളാ. ഇന്ന് എന്തും ചെയ്യാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. നീ എന്റെ ഭാര്യ. നീ എന്താ എന്നെ കാണുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നടക്കുന്നേ? സുലൈഖ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫേ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു.
നിന്നോടുള്ള സ്നേഹമായിരുന്നു. എന്റെ ഹൃദയം മുഴുവനും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂസുഫെ. അതാ ഞാൻ അന്ന് അങ്ങനെ ചെയ്തേ. പക്ഷെ ഇന്ന് നീയല്ല എന്റെ ഹൃദയത്തിൽ. സുലൈഖ പറയാ, ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല, ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബാ സുലൈഖ. സുലൈഖ പറയാ, ഇന്നെന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുഴുവനും അല്ലാഹുവാ, ആ അല്ലാഹുവിനോടുള്ള സ്നേഹമാ. അതുകൊണ്ടാ യൂസുഫ് എനിക്ക് നിന്റെ അടുത്ത് പഴയതുപോലെ സഹകരിക്കാൻ കഴിയാത്തത്. അള്ളാനെ കുറിച്ച് പഠിക്കും പെങ്ങളെ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അള്ളാനെ വിശ്വാസമില്ല. നമുക്കിന്ന് അള്ളാനെ കുറിച്ചുള്ള പേടിയില്ല. തലമറക്കാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ അധികവും പെണ്ണുങ്ങളാ. എന്റെ പെങ്ങളെ, നിങ്ങൾ പേടിക്കണത്തോളം ആണുങ്ങളല്ല, നരകത്തിൽ കൂടുതലും പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പടച്ചവനെ ഇന്ന് അവർക്ക് തെറ്റു ചെയ്യാൻ പേടിയില്ലാതായിരിക്കുന്ന ഒരു കാലം. തലമറക്കാൻ ഇന്ന് ഷാള് കഴുത്തിലിടാനുള്ള സാധനമായി മാറി. ഇന്ന് ഷാളെന്ന് പറയുന്നത് കഴുത്തിലിടാൻ, മുടി മറയ്ക്കൽ. ഇന്ന് മുടി ഔറത്താണോ? ഇന്ന് പെണ്ണിന്റെ തലയിലെ മുടി ഔറത്താണോ? ഔറത്തല്ല. ഇന്ന് അങ്ങനെ കാണുന്ന ഔറത്തല്ലത്. എന്നാ നിങ്ങൾ മനസ്സിലാക്കണം, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുടി പുറത്തിട്ട പെണ്ണിന്റെ തലയിൽ അല്ലാഹു നാളെ ഒരു തീ കൊണ്ടുള്ള ഒരു തൊപ്പി ധരിപ്പിക്കും. തുണിയില്ലാതെ നടന്ന പെണ്ണിനല്ല, അവൾ ആ ശരീരം തുറന്നിട്ടുകൊണ്ട് നടന്ന പെണ്ണല്ല. ആ പെണ്ണിന്റെ ഒരു തലമുടി പുറത്ത് കാണിച്ചതിന്റെ പേരില് പെങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ഒരു തൊപ്പി ധരിപ്പിക്കുകയാ. തലച്ചോറ് തിളച്ചിട്ട് ഉരുകുകയാണ്. അവരുടെ തലച്ചോറുണ്ടല്ലോ, അവരുടെ മുഖത്തെ മാംസങ്ങളുണ്ടല്ലോ, മുഖത്തുകൂടെ ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ നാളെ ഒരു തൊപ്പി അല്ലാഹു ധരിപ്പിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ പെങ്ങളെ, മുടി തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അത് ഔറത്താ പെങ്ങള്, അത് ഔറത്താ പെങ്ങള്. പറഞ്ഞു കൊടുക്കണം ഭർത്താക്കന്മാര്, പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പാപ്പാ, നാട്ടുകാരെ നന്നാക്കാൻ നടന്നാ പോരാ, സ്വന്തം മക്കളെ തെറ്റു ചെയ്യുന്നത് കണ്ടാ തിരുത്തി കൊടുക്കട്. തലമറയ്ക്കാതെ മുടി പുറത്തിട്ട് കൊണ്ട് നടക്കുന്ന പൊന്നുമോളോട് ഔറത്ത് മറയ്ക്കടി എന്ന് പറഞ്ഞു കൊടുക്കൽ നിന്റെ ബാധ്യതയാ, നിന്റെ കടമയാ. ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. നിന്റെ ഭാര്യ തലമറയ്ക്കാതെ നടക്കുമ്പോ, ഔറത്ത് മറയ്ക്കാതെ നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും അല്ലാഹു വെറുതെ വിടൂല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീട് ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ സമ്മതിക്കുന്നില്ല, രാജ്യം ഭരിക്കാൻ സമ്മതിക്കുന്നില്ല. വീടിന്റെ അകത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ശത്രുക്കൾ നിൽക്കുകയാ. ഉസ്മാൻ തങ്ങൾ വീടിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചു. ഖുർആൻ ഓതുന്ന പെങ്ങള്, ഖുർആൻ ഓതുന്ന പെങ്ങള്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് പാഞ്ഞു കയറുകയാണ്. അവസാനം പടച്ചവനെ, വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ പാഞ്ഞു കയറിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാളുകൊണ്ട് വെട്ടുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ, പെണ്ണാണല്ലോ നായില ബീവി റളിയല്ലാഹു തആല അൻഹ, ഒരു പെണ്ണാണല്ലോ, തന്റെ ഭർത്താവിനെ വാളുകൊണ്ട് വെട്ടുന്നത് കണ്ടപ്പോ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പിടിക്കുകയാണ്. ചാടി എഴുന്നേറ്റ് തന്റെ വാളിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ വാളിൽ പിടിച്ചുകൊണ്ട് കരയുന്നത് കണ്ടപ്പോ അവിടെന്ന് വിളിക്കുന്നു, നായില, നായില. ഉസ്മാൻ തങ്ങൾ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, നായില, എന്നെ വിട്ടേക്ക് നായില, എന്നെ വിട്ടേക്ക് നായില. അവരെന്തു വേണമെങ്കിലും എന്നെ ചെയ്തോട്ടെ, എനിക്ക് പേടിയില്ല നായില, എനിക്ക് സങ്കടമില്ല നായില. എനിക്ക് പേടി നിന്റെ കാര്യത്തിലാണ്, എനിക്ക് ഭയം നിന്റെ കാര്യത്തിലാണ്. എന്താണ് ഭയമെന്നറിയുവോ? നായില ബീവി റളിയല്ലാഹു തആല അൻഹ വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റപ്പോൾ,
വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറിയുമ്മ. ഒരു മുടി ഇങ്ങനെ പുറത്തു കിടക്കുകയാണ്, അല്പം മുടി ഇങ്ങനെ പുറത്തു കിടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അവിടെന്ന് പറഞ്ഞു, നായില നിന്റെ മുടി പുറത്തു കാണുന്നു നായില, നിന്റെ മുടി പുറത്തു കാണുന്നു നായില, അന്യപുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നാമില, നായില നിന്റെ ഔറത്ത് അന്യപുരുഷന്മാര് കാണുന്നു. മാറിടമല്ല, വയറല്ല, വേറെ ഭാഗമൊന്നുമല്ല. നായില ബീവിയുടെ ഒരു തലമുടി ഇങ്ങനെ പുറത്ത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ പറയുന്നു, അന്യപുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു, അല്ലാഹുവിനെ പേടിക്ക്, അല്ലാഹുവിനെ പേടിക്ക്, എനിക്ക് പേടിയാനായില്ല, എന്നെ വിട്ടേക്ക് നായില, തലമറയ്ക്കു നായില. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലയിലെ ഒരു രോമം പുറത്ത് കണ്ടപ്പോ അവിടെന്ന് പറഞ്ഞു തിരുത്തി എന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ മടിയല്ലേ മോളെ, നടുറോഡിലൂടെ നടക്കുകയാണ്, നിനക്ക് വഅദ് കേൾക്കാൻ വരുന്ന സമയത്ത് മാത്രമേ ഫർദയുള്ളൂ, കല്യാണത്തിന് പോകുമ്പോ ഫർദ ധരിക്കാറില്ല. ചോദിച്ചാ പറയും 10,000ന്റെ ചുരിദാർ നാട്ടുകാരെ കാണണ്ടേ, ഫർദയ്ക്കുള്ളിലിട്ട നാട്ടുകാരെ കാണില്ലല്ലോ. അറബി കല്യാണവും മൈലാജി കല്യാണവും പല പല കല്യാണങ്ങളുടെ കാലമല്ലേ, പേക്കൂത്ത് കാണിക്കുന്ന കാലമല്ലേ. പെങ്ങളെ പേടിക്കണം, പെങ്ങളെ എത്രത്തോളം സൂക്ഷിക്കണമെന്നറിയോ. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, നബി തങ്ങളുടെ കൂടെ 25 കൊല്ലം ജീവിച്ചവളല്ലേ ഖദീജ, അല്ലാഹ് സലാം പറഞ്ഞവളല്ലേ ഖദീജ, ജിബ്രീൽ സലാം പറഞ്ഞവളല്ലേ ഖദീജ, നബി തങ്ങൾ ഇഷ്ടപ്പെട്ട ഭാര്യയല്ലേ ഖദീജ. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് നബി തങ്ങളുടെ മലക്കുകൾ വന്നെന്ന് പറഞ്ഞപ്പോ നബി തങ്ങളോട് ചോദിച്ചു, ജിബ്രീലിനെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് നബിയെ? മലക്കുകളെ എപ്പോഴും കാണാറുണ്ടല്ലോ നബിയെ. നബി തങ്ങൾ പറഞ്ഞു, കാണാറുണ്ട് ഖദീജ. യാ റസൂലല്ലാഹ്, എനിക്കും ആഗ്രഹമുണ്ട് നബിയെ, എനിക്കും ആഗ്രഹമുണ്ട് നബിയെ, എനിക്കും മലക്കുകളെ കാണണം നബിയെ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇനി മലക്കുകൾ വരുമ്പോ എന്നോടൊന്ന് പറയണേ നബിയേ. റഹ്മത്തിന്റെ മാലാകമാര് വരുമ്പോ എനിക്കൊന്ന് കാണണം നബിയെ, അതുകൊണ്ട് ഇനി വരുമ്പോ എന്നോട് പറയണേ നബിയെ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു ഖദീജ, കാണണമെങ്കിൽ കണ്ടോ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, റഹ്മത്തിന്റെ മാലാകമാര് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വന്നു, അവിടെന്ന് തിരിച്ചുപോയി, അവിടുന്ന് തിരിച്ചുപോയി. നബി തങ്ങൾ ചോദിച്ചു, ഖദീജ മലക്കുകളെ കണ്ടോ ഖദീജ, മലക്കുകളെ കണ്ടോ ഖദീജ? യാ റസൂലല്ലാഹ്, കാണാൻ പറ്റിയില്ല നബിയേ, കാണാൻ പറ്റിയില്ല നബിയേ. ഖദീജ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് കാണാൻ പറ്റിയില്ലേ? ഇല്ല നബിയേ, ഇല്ല നബിയേ. എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഖദീജ, എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഖദീജ? ഇല്ല നബിയേ, എന്നെ കുറിച്ച് അറിയില്ലേ നബിയേ. റസൂലുള്ളാഹി തങ്ങൾ അല്പസമയം കഴിഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞു, ഖദീജ നിന്റെ ഒരു തലമുടി പുറത്തു കാണുന്നു ഖദീജ. കല്യാണ വീട്ടിലല്ല, പുറത്തല്ല, സ്വന്തം വീടിന്റെ അകത്ത് ഭർത്താവിന്റെ ചാരത്തു നിന്നപ്പോൾ തലയിലെ ഒരു മുടി രോമം പുറത്തു കണ്ടതിന്റെ പേരിൽ റഹ്മത്തിന്റെ മാലാകമാരെ കാണാൻ പറ്റിയില്ലെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ ഇനിയുള്ള
പോകുന്ന കാലമെങ്കിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. നിന്നനിപ്പിന് മനുഷ്യന്മാര് വീണു മരിച്ചു പോകുന്ന കാലമാണ്. അപകടങ്ങളും മാരക രോഗങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഭയന്ന് ജീവിക്ക്. പഠിക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുയാരാണെന്ന് പഠിക്ക്. അല്ലാഹുയാരാണെന്ന് പഠിച്ചാ നിനക്ക് വല്ലാത്ത ധൈര്യമാണ്. നിന്റെ പേടി പോവുകയാണ്, നിന്റെ ടെൻഷൻ പോവുകയാണ്. പടച്ചവനെ, ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പേടിയായിരുന്നു ആത്മഹത്യ ചെയ്യാൻ, യുവത്തിന് വല്ലാത്ത പേടിയായിരുന്നു. ഇന്ന് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാ. മക്കളെ, എത്ര വലിയ പാപമാണെന്നറിയോ? എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, നബിതങ്ങൾ പറഞ്ഞു സ്വർഗം ഹറാമാ. എന്നെല്ലാം ആത്മഹത്യ വല്ലാതെ ഉമ്മത്തിൽ വർദ്ധിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരിക്കലും സ്വർഗത്തിൽ പോകാത്ത ഒരു മനുഷ്യനാരാ? ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു മനുഷ്യനാരാ? സ്വർഗം അവന് ഹറാമാ. സ്വർഗം ആ പെണ്ണിന് ഹറാമാ. ആർക്കാ? അല്ലാഹു തന്ന ആയുസ് സ്വന്തം അവസാനിപ്പിക്കുന്ന മനുഷ്യന്. കള്ളു കുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത അല്ലാഹു പുറത്തു കൊടുക്കും. വ്യഭിചരിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത അല്ലാഹു പുറത്തു കൊടുക്കും. നീ എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹുവിന് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ തൂങ്ങിച്ചത്തവൻ എവിടെ പോയിട്ടാ തൗബ ചെയ്യുന്നേ? ചത്തുപോയവൻ എവിടെ തൗബ ചെയ്യാനാ? വ്യഭിചരിച്ചവൻ തൗബ ചെയ്ത അല്ലാഹു പുറക്കും. അവന് തൗബ ചെയ്യാൻ സമയമുണ്ട്. കള്ളു കുടിച്ചവന് തൗബ ചെയ്യാൻ സമയമുണ്ട്. ആത്മഹത്യ ചെയ്തവന് തൗബയില്ലടോ, ചത്തില്ലേ? അവൻ ചത്തുപോയവൻ എങ്ങനെ തൗബ ചെയ്യാനാ? നബിതങ്ങളുടെ കാലഘട്ടത്തിൽ വാളു പോലെയുള്ള ഒരു ആയുധം കൊണ്ട് ഒരു സഹാബി ആത്മഹത്യ ചെയ്തു. മയ്യത്ത് കൊണ്ടുവച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നിസ്കരിച്ചോളാൻ. ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു, ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളാൻ. ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുട്ടികൾക്ക് വല്ലാത്ത വാശിയാ. വെക്കേഷന്റെ സമയവാ. എന്റെ ഉമ്മമാരോട് പറയുന്നു, റോഡ് സൈഡിൽ നോക്കുമ്പോ കാണാം ഉപ്പിലിട്ട നാരങ്ങ, ഉപ്പില് മാങ്ങ ഇട്ടിട്ട് കച്ചവടം നടത്തുക, പൈനാപ്പിൾ കച്ചവടം. സുബ്ഹാനല്ലാഹ്. സ്കൂളിൽ പഠിക്കേണ്ട കാലത്ത് 4 കറുത്തക്ഷരം പഠിക്കേണ്ട സമയത്ത് പാപ്പാന് തിന്നാൻ നോക്കിയ സ്വന്തം മക്കളെ കടത്തിന്. ഇന്നലെ ഒരു കടയുടെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു വീഡിയോ. ഉപ്പിലിട്ട നാരങ്ങായും അതുപോലെ മുന്തിരിങ്ങായും അതുപോലെ സാധനങ്ങൾ ഉപ്പിലിട്ടിട്ട് കച്ചവടം നടത്തുന്നതോ എന്തുവാടോ? പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കും മക്കളെ. കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാത്തിനും വാശിയാ. അല്ലാഹു നമ്മുടെ മക്കളുടെ വാശിയൊക്കെ മാറ്റി തരുമാറാകട്ടെ. ആമീൻ പറ. വീടിന്റെ അകത്ത് പോലും കിടക്കാൻ പറ്റുന്നില്ല. ഉമ്മായിക്ക് ഇപ്പൊ രാത്രി കിടക്കാൻ പേടിയാ. കാരണം എന്തേ? പണ്ട് മക്കളുണ്ടെന്നുള്ള ധൈര്യവാ. ഇപ്പൊ മക്കളുണ്ടെങ്കിൽ ഉമ്മ റൂം അടച്ചിട്ടാ കിടക്കണേ. എപ്പോഴാ കോടാലി എടുത്തോണ്ട് കയറി വരുന്നെന്ന് അറിയത്തില്ല. ഇപ്പൊ മക്കള് ടാർഗറ്റ് ചെയ്യുന്നത് ഉമ്മാനെയാ. ഉമ്മമാരെയൊക്കെ തട്ടുന്ന കാലവാ മക്കള്. ഉമ്മ ഇപ്പൊ ബാത്റൂമിനകത്ത് കുളിക്കാൻ കയറുമ്പോ പേടിച്ചിട്ടാ. നേരത്തെ വല്ല ജനലി വല്ല ക്യാമറ ഉണ്ടോന്നായിരുന്നു പേടി. ഇപ്പൊ സ്വന്തം മക്കള് തന്നെ ഉമ്മാടെ വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്യുന്ന കാലം. അല്ലാഹു കാക്കുമാറാകട്ടെ. കുറച്ചുനാള് മുമ്പ് ഒരു മകളെ അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്തെന്നറിയോ? ഉമ്മാടെ വീഡിയോ പിടിച്ചിട്ട് കാമുകൻ അയച്ചു കൊടുത്തേന്. നാലിച്ചു നോക്കി. സ്വന്തം ഉമ്മാടെ വീഡിയോ പിടിച്ച് അയച്ചു കൊടുക്കുന്ന കൂടപ്പുറപ്പെന്ന് പറഞ്ഞ ആരാ? അനിയൻ തെറ്റ് ചെയ്താൽ ജ്യേഷ്ഠൻ തിരുത്തണം. അനിയൻ തെറ്റ് ചെയ്താൽ ജ്യേഷ്ഠൻ തിരുത്തണം. അനിയത്തി തെറ്റ് ചെയ്താൽ താത്ത തിരുത്തി കൊടുക്കണം. അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം താമസിച്ച ഒരു കാമുകനെ പിടിച്ചു. ആരാ സഹായം ചെയ്തു കൊടുത്തത്? സ്വന്തം താത്ത തന്നെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ വേണ്ട? ഇതാണ് മനസ്സിലാക്കേണ്ടത്. അനിയനും ചേട്ടനും ഇന്ന് സഹോദര ബന്ധം മറന്നുപോയി. എടാ, എന്റെ അനുജൻ ഒരു തെറ്റ് ചെയ്താൽ ഞാനല്ലേ തിരുത്തണ്ട? ഞാനാ അവന്. പോട്ടെ, കുഴപ്പമില്ല. എല്ലാവർക്കും അറിയാം അവന് കാമുകനുണ്ട്, ഇവനുണ്ട്. ഇവക്ക് ആയിഷയാണ്, അവക്ക് ആമിനാണ്. വീട്ടിൽ വഴക്കൂടുമ്പോ പറയാ, പ്രണയകഥ പറയുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കും ഉമ്മാന്റെ അടുത്ത്, കേട്ടോ നീ മെസ്സേജ് എഴുതുന്നില്ല. ഇങ്ങനെ ആയിപ്പോയി കാലം. ഇന്ന് കാലം വളരെ മോശമായി പോയി. ഒന്നുമില്ല, എല്ലാം പരസ്പരം. ഉമ്മായിക്കും ഉള്ളത് മക്കൾക്കറിയാം, മക്കൾക്കുള്ളത് ഉമ്മായിക്കും അറിയാം. പാപ്പ മാത്രം ഒന്നും അറിയാത്ത മലക്കിനെ പോലെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാവടോ എല്ലാവരും. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കും, മനസ്സിലാക്കുക. നമ്മുടെ സ്വഭാവമൊക്കെ മാറണം. പ്രായം കൂടി കൂടി വരികയാണ്. ഒരു ദിവസം കഴിയുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. വാശിയും വൈരാഗ്യമൊക്കെ വേണം. വേണ്ട കാര്യത്തിനൊക്കെ വാശി കാണിക്കുക. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെണ്ണുങ്ങളോട് പറയുന്നു, വല്ലാത്ത വാശിയല്ലേ? വാശി കാണിക്കേണ്ട കാര്യത്തിന് കാണിക്കുക. നിങ്ങളെല്ലാം വാശി കാണിക്കണം. ഏത് കാര്യത്തിൽ?
ഏത് കാര്യത്തിലാണ് നിങ്ങൾ വാശി കാണിക്കണ്ടേ? അന്തല്ലദീ വലദതു ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. വരി പദ്യത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് നിർത്തുകയാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരിക്കുക താത്ത. ഇത് മറ്റേ വാർഡില് ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടെ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കുക. നേരെ ഇരിക്കുക. ഇത് ദുനിയാവിലെ സ്വർഗമല്ലേ, അള്ളാഹുവിന്റെ ഇൽമു പറയുന്ന മജ്ലിസല്ലേ, റഹ്മത്തിന്റെ മാലാകമാര് നമുക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാശിയും വൈരാഗ്യമൊക്കെ വേണം. ഉമ്മ മൊബൈൽ ചോദിച്ചു തന്നില്ല, കയറി തൂങ്ങാൻ നിൽക്കുന്ന മക്കൾ, ചാടുന്ന മക്കൾ. ഇവിടെ വാശി കാണിക്കേണ്ടത് എന്തിനാണെന്നറിയോ? കവി പറയുകയാ, നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയും സഹിച്ചാണെന്ന്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പ്രസവത്തിന് എന്ത് വേദന? താത്താമാര് എന്ത് വേദന? പ്രസവത്തിന് മരണവേദനയുണ്ടോ? നിങ്ങൾ തന്നെ ചിരിക്കണില്ലേ? പ്രസവത്തിന് മരണവേദനയുണ്ടോ? എനിക്കറിയില്ല, അതല്ലേ നിങ്ങളോട് ചോദിക്കണേ. ഉണ്ടോ? ഞാന് വടകര ഭാഗത്തുള്ള ഒരാളെ കണ്ടേക്ക് 10-46 വയസ്സുണ്ട്. എന്റെ ഭാര്യ 8ാമതും ഗർഭിണിയാണ് ഉസ്താദ്. അയാൾക്ക് തന്നെ ഒരു നാണക്കേട്. എന്റെ ഭാര്യ 8ാമതും ഗർഭിണിയാ. ആ താത്താക്ക് 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പൊ ചിരിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ഓക്ക് പ്രസവിക്കുന്നത് ഒരു സുഖവാ, ഒരു രസവാ. സുഖപ്രസവം എന്നല്ലേ പറയാ? സുഖപ്രസവം എന്നല്ലേ പറയാ? ഇപ്പോഴല്ലേ ആശുപത്രിയിലൊക്കെ പോകുന്ന, നേരത്തെ വീട്ടിലല്ലേ? നിങ്ങൾ എല്ലാവരും പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണ്. ഞാൻ പറയൂ, അല്ല, പ്രസവത്തിന് മരണവേദനയില്ല. ഞാൻ തെളിവ് പറഞ്ഞു തരാം. നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ, 2-3 നേഴ്സുമാരുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ പറയാം ഒരു ഏകദേശം. നിങ്ങൾ പ്രസവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യും കാലും പിടിച്ചു വെക്കാനും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു 3-4 ഇനി 5 ഡോക്ടർ ഉൾപ്പെടെ 5 പേരുണ്ടെന്ന് കരുതുക. നിങ്ങൾ പ്രസവിച്ചു ഇല്ലേ? നിലവിളിച്ചു, ബഹളം വെച്ചു, എന്തൊക്കെ കാണിച്ചു, പ്രസവിച്ചു, ഓക്കെ. പക്ഷെ ഒരാൾ മരിക്കുന്ന സമയം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000. 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്ന. ഒരു കോഴി അറുത്തിട്ട് നോക്കിക്കേ, അതങ്ങട്ട് കിടന്ന് പെടയും, ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലകിട്ടടിക്കും, ചാടും, ഇങ്ങനെ തുള്ളും. എന്തിനാ? പാട്ട് കേട്ടിട്ടല്ല, മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ആ കോഴി കിടന്ന് കാണിക്കുന്നത് നമ്മൾ കാണാവുന്നവരാണ്. അപ്പൊ മരണത്തിന് അത്രയും വലിയ വേദനയുണ്ട്. നിന്റെ ഭർത്താവ് നിന്റെ അടുത്ത് കിടന്നിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, നീ അറിഞ്ഞോ? രാവിലെ വിളിച്ചപ്പോ എഴുന്നേക്കണില്ല, അപ്പോഴാ നിനക്ക് മനസ്സിലായ മരിച്ചെന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോ കോഴി കൈയിട്ടടിക്കണ പോലെ അടിക്കാറുണ്ടോ? കാലിട്ടടിക്കാറുണ്ടോ? തുള്ളാറുണ്ടോ? ഇല്ല. ഒരു മനുഷ്യന് അനങ്ങാറില്ല. എന്തുകൊണ്ട്? 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. 70,000 മലക്കുകൾ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമ്പോഴാ അസ്റായിൽ തൊണ്ടയിൽ നിന്നങ്ങോട്ട് വലിച്ചു വരുന്നേ. അതാ വേദന. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പടച്ചവനെ ഒരു ഖബറിന്റെ അടുക്കലൂടെ പോയി. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പല അള്ളാഹു ഖബറിനകത്ത് കിടക്കുന്നവരെ വിളിച്ചു നിർത്തും. ഈസാ നബി അള്ളാഹു അങ്ങനെ ഒരു കഴിവ് മുഅ്ജിസത്ത് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, നൂഹ് നബിയോട് പറഞ്ഞു, ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നീ ഇപ്പൊ മരിച്ചവരല്ലേ വിളിക്കുക, ഞങ്ങളൊരു ഖബർ കാണിച്ചു തരാം, നിനക്ക് പറ്റുമെന്ന് വിളിച്ചു നിർത്ത്. ആ ഖബർസ്ഥാനിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് കിടക്കുന്ന ആളെ വിളിക്കാൻ. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ മുകളിൽ കൈയടിച്ചിട്ട് കുമ്പി ഇതിനില്ല, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. എഴുന്നേറ്റ് വന്നു. ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ? സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകനായ സാമാണ് ഞാൻ, നൂഹ് നബിയുടെ മകനാ ഞാൻ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചോദിച്ചു, എത്ര കൊല്ലമായി മരിച്ചിട്ട്? എത്ര കൊല്ലമായി? മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചിട്ട് എത്രയോ വർഷമായി പറഞ്ഞു കൊടുക്കുന്നു. മുന്തു 70 സിന. അവിടെ നിന്ന് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് ഒരുപാട് കൊല്ലമായി. അപ്പൊ ഈസാ നബി ചോദിച്ചു, മരണം എങ്ങനെ ഉണ്ടായിരുന്നു?
മരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചു, എന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നേ? നബിയേ, അസ്റായിൽ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ കൊല്ലങ്ങൾക്ക് മുമ്പ് അസ്റായിൽ കഴുത്തിൽ നിന്ന് റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. അതാ മരണവേദന. പെങ്ങളെ, മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ, അല്ലാതെ മരണവേദനയൊന്നുമില്ല. അതാ എന്റെ ഒരു കാഴ്ചപ്പാട്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്നാലും വേദനയുണ്ട്, അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ഞാൻ കൊച്ചാക്കി കാണുന്നില്ല, നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് അള്ളാഹു സ്വർഗം തരുമാറാകട്ടെ. പക്ഷെ നിങ്ങൾ പറയാറുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര വേദന സഹിച്ചവരാണെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിനെ നേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മോനാകട്ടോ മോളാകട്ടോ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തേ? ചിരിച്ചില്ലേ? എല്ലാരും ചിരിച്ചോ? ഇല്ലേ? നിങ്ങളെ പാട്ട് പാടുമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ കസേരയുണ്ട്, പാപ്പായ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാ. അല്ലാ അല്ലാ അല്ലാ, എന്തേ പടച്ചവനെ, ഇത്തിരി പ്രശ്നമാണ്. നേഴ്സ് പറഞ്ഞു ഇത്തിരി പ്രശ്നമാ. ഉടനെ ഇങ്ങനെ അല്ലാ അല്ലാ അല്ലാ, അറിയുന്നിടത്തൊക്കെ നേർച്ച, ഫാത്തിഹ, ദുആ, ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറയുന്നടോ, പാപ്പാടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോഴാണ് പടച്ചവനെ ഐസുവിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു. ആരാ? സുമയ്യാടെ ഭർത്താവ്. ആരാ? പടച്ചവനെ ഞാനാപ്പ. ഇങ്ങോട്ട് പോയപ്പോ ഒരു തുണിക്കകത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്ന ആൺകുട്ടിയാകട്ടോ ദാസീന, അൽഹംദുലില്ലാ, ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു. ഏത് വാപ്പയും ചിരിച്ചടോ. തന്റെ പൊന്നാര മകൻ ആദ്യമായിട്ട് കണ്ടപ്പോ പ്രസവിച്ച ഉമ്മയും ചിരിക്കുകയാണ്, കണ്ട വാപ്പയും ചിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരയുകയായിരുന്നു. ഉമ്മ, നിന്റെ പൊന്നുമോൻ കരഞ്ഞപ്പോ, നിന്റെ പൊന്നുമോള് കരഞ്ഞപ്പോ, ആ ചോര പൈതൽ കിടന്ന് കരഞ്ഞപ്പോ നമ്മളെല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇബ്ലീസ് അവനെ നുള്ളി കരയിപ്പിച്ചതാണ്, അവനും ചിരിക്കുകയാണ്. കണ്ടവർ എല്ലാവരും ചിരിക്കുന്നു. ഡോക്ടറും നേഴ്സും കുടുംബക്കാര് വാപ്പയും ഉമ്മയും എല്ലാവരും ചിരിക്കുകയാണ്. എല്ലാവരും ചിരിച്ചപ്പോ നമ്മൾ ഓരോരുത്തരും കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ ഇവരെല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നമ്മളെല്ലാവരും കരഞ്ഞപ്പോ കരുണ കാണിക്കാതെ എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചടോ. അതുകൊണ്ട് മക്കളെ, ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? പെങ്ങളെ, തന്റെ ഇടമുണ്ടോ പൊന്നുമോള്? നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യടാ. ഈ ഇരിക്കുന്ന ഓരോ ആണിനോടും പറയുകയാണ്, നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യ്. അത് ഉമ്മയാണോ, ഉപ്പയാണോ, കുടുംബക്കാരാണോ, ആരാണോ ചിരിച്ചത്, നീ അവരോട് പ്രതികാരം ചെയ്യ്. ഉമ്മാടെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടല്ല, വാപ്പാന അടിച്ചിറക്കിയിട്ടല്ല. എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ വീട്ടിൽ പടച്ചവനെ ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ. എല്ലാവരും അറിയുകയാണ്, എല്ലാവരും നിന്റെ മരണ വാർത്ത അറിയുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് ഓടുകയാണ്. ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് അടുപ്പ് കൂട്ടിയിട്ട് ചൂടുവെള്ളം തയ്യാറാവുകയാ. എല്ലാവരും പള്ളിയിൽ ഖബർ കുടിക്കാൻ തുടങ്ങി. കഫൻ തുണി വാങ്ങിക്കാൻ ആള് പോയി. എല്ലാവരും വിളിച്ചു പറയുന്നു, ഇന്ന സമയത്താണ് ഖബറടക്കുന്നത്. എല്ലാവരും വീട്ടിലേക്ക് തേടി വരികയാണ്. പൊന്നുമോനെ,
അതാ എടുത്തുകൊണ്ട് പോയിട്ട് അതാ വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിന്നെ കടത്തുമടാ ചെറുപ്പക്കാരാ. മോനെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റും മോരെ, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു കളയുകയാണ്, നജസ്സുകൾ ഒഴിവാക്കുകയാണ്, നിന്നെ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ. അനങ്ങാതെ കിടക്കുന്ന ഒരു സമയമാമക്കള്, ഞാനും നിങ്ങളും ചലിക്കാതെ മിണ്ടാതെ കിടക്കുന്ന ഒരു സമയമാ മോനെ. അങ്ങനെ ഒരു രംഗം നമ്മുടെ വീട്ടിൽ വരാനുണ്ട്. സിറാജിന്റെ അടുക്കൽ വരുമല്ലോ, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു ദിവസം വരുമല്ലോ. ചലിക്കാൻ പറ്റാതെ മിണ്ടാതെ കടന്നു കൊടുക്കുന്ന ദിവസം. അങ്ങനെ സുഖമുള്ള സുഗന്ധമിട്ട വെള്ളമൊഴിച്ചോ, നല്ലതുപോലെ ഒന്നുപിടിപ്പിച്ചു, തുടച്ചു വൃത്തിയാക്കുകയാണ്. പടച്ചവനെ വെള്ളത്തുണിക്കകത്തു പൊതിയുകയാണ്. ഒരാള് വന്നിട്ട് പറയുന്നു, എല്ലാവരും മാറാറ്. എത്ര തിരക്കാണെങ്കിലും മാറുമടോ, എത്ര തിരക്കാണെങ്കിലും മാറുമടോ. എല്ലാവരും അവിടെ നിന്ന് മാറുകയാണ്, എല്ലാവരും മാറുകയാണ്. 3 കഷ്ണം പടച്ചവനെ നമ്മളെ പതുക്കെ ചുമന്നുകൊണ്ട് വരികയാണ്. കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നത് പോലെ ചുമന്നുകൊണ്ട് വന്ന് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ണം തുണിയുടെ മുകളിലേക്കും മലർത്തിക്കിടത്തുകയാണ്. എന്തൊരു തിരക്കെന്നറിയുവോ നമ്മുടെ വീട്ടിൽ. അതുപോലെ ഒരിക്കലും ആള് കൂടിയിട്ടില്ല, ഒരാളെയും വിളിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല. എല്ലാരും വിളിക്കാതെ തന്നെ ഓടി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഓരോരുത്തരുടെയും മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞി വെക്കുകയാണ്. അല്ലാ, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ. എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. അവസാനമായി നിന്നെയൊന്നു കാണാൻ എല്ലാവരും തിരക്ക് കൂട്ടുമ്പോ കവി പറയുന്നടാ, ചെറുപ്പക്കാരാ, ധൈര്യമുണ്ടോടാ നിനക്ക്? ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? പെങ്ങളെ, ധൈര്യമുണ്ടോ പൊന്നുമോളെ? വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകവൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവേ, ആരോ പറയുന്നുണ്ട്, ജനാസ പൊതിയാൻ വരട്ടെ, ജനാസ പൊതിയാൻ വരട്ടെ. സിറാജിനെ കാണാൻ ഉമ്മ വരുന്നുണ്ട്. അവസാനമായി എൻ്റെ മാതാവ് എൻ്റെ ജനാസ കാണാൻ വരികയാണ്, എൻ്റെ ഭാര്യ വരികയാണ്, എൻ്റെ കൂടപ്പിറപ്പ് വരികയാണ്, എൻ്റെ കുടുംബക്കാര് വരികയാണ്. ആരോ താങ്ങിപ്പിടിച്ചുകൊണ്ട് സിറാജിന്റെ ജനാസ കാണാൻ എൻ്റെ ഉമ്മ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. തളർന്ന ശരീരവുമായി, പടച്ചവനെ, ഹൃദയം പൊട്ടുന്ന വേദനയുമായി കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മാനെ എൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരുമ്പോ, എൻ്റെ മകനെ ഞാനൊന്ന് കാണട്ടെ, എൻ്റെ പൊന്നുമോനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ, മോനേ മോനേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മ കരയുകയാണ്. പടച്ചവരെ, എല്ലാവരും കരയുകയാണ്. എല്ലാവരും കരയുമ്പോ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ, ഉപ്പാ, എന്റെ മുഖത്ത് നോക്കുവാപ്പാ, എന്റെ മുഖത്ത് നോക്കുമ്മാ. നിങ്ങളെല്ലാവരും ഇന്ന് കരയുകയാ, ഇന്ന് നിങ്ങളെല്ലാവരും നെഞ്ചുപൊട്ടിയിട്ട് കരയുകയാണ്. എന്റെ മുഖത്ത് നോക്കി എന്തൊരു പ്രകാശമാവുമ്മാ. ഉമ്മാ, എന്റെ മുഖത്തേക്ക് നോക്ക്. ഉപ്പാ, എന്റെ ചുണ്ടിലേക്കൊന്ന് നോക്കുവാപ്പാ. അന്ന് ഞാൻ കരഞ്ഞപ്പോ നിങ്ങളെല്ലാവരും എന്റെ മുഖത്ത് നോക്കി ചിരിച്ചില്ലേ ഉപ്പാ? ആ ചോരക്കുഞ്ഞായ ഞാൻ വല്ലാതെ വേദനിച്ച് കരഞ്ഞപ്പോ നിങ്ങളെല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ എന്റെ മുഖത്ത് നോക്കിയവരാട്.
ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു, ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു. ഞാൻ ചിരിക്കുന്നു വാപ്പാ, ഞാൻ ചിരിക്കുന്നു ഉമ്മ, ഞാൻ ചിരിക്കുന്നു കൂടപ്പിറപ്പ്. സാക്ഷാൽ ഇബ്ലീസ് പോലും ഇന്ന് വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അതുകൊണ്ട് മക്കളെ, മരിക്കാൻ കിടക്കുമ്പോ മരിച്ചു വീടിന്റെ അകത്ത് തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കടാ. ധൈര്യമുണ്ടെങ്കിൽ കാണാൻ വരുന്നവര് മുഴുവനും പറയണം, ഇങ്ങനെ മരിക്കണം, ഇങ്ങനെ മരിക്കണം. ഇതിനാ മരണമെന്ന് പറയുന്നത് എന്ന് ജനങ്ങൾ പറയുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരു മരണത്തിന് വേണ്ടി പരിശ്രമിക്കുക സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. ഓരോ ദിവസവും മരണവാർത്ത കേൾക്കുന്നവരാണ്, മാരക രോഗങ്ങളെ കുറിച്ച് കേൾക്കുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും ഇവിടെ കടന്നു വരുമ്പോ, ഓരോ വഴുത് കഴിഞ്ഞ അവസാന ദിവസം പിരിയുമ്പോഴോ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണോ, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നവരാണോ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇവരെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. CH സെന്ററിൽ ആരെങ്കിലും എന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയോടെ ഒരുപാട് കുടുംബങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? പടച്ചവരെ, പാവങ്ങളെ സഹായിക്കുന്നവരല്ലേ, രോഗികൾക്ക് താങ്ങാകുന്നവരല്ലേ, പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർക്ക്, അല്ലാഹുവേ, എഴുന്നേക്കാൻ കഴിയാത്തവർക്ക് പടച്ചവനെ കട്ടില് വാങ്ങിക്കൊടുക്കുന്നു, ബെഡ് വാങ്ങിക്കൊടുക്കുന്നു, ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കൊടുക്കുന്നു, പടച്ചവനെ വാക്കർ വാങ്ങിക്കൊടുക്കുന്നു, വീൽ ചെയർ വാങ്ങിക്കൊടുക്കുന്നു, മരുന്ന് വാങ്ങാൻ ഓരോ മാസവും അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുന്നു. പടച്ചവനെ, ഇതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ പാവങ്ങളെ നമ്മൾ മറന്നു പോകരുത് സഹോദരാ. പടച്ചവനെ, എന്ത് കിട്ടിയാലും ഓരോ മാസവും ലക്ഷങ്ങളാണ് അവർക്ക് വേണ്ടത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപകളാണ് പാവങ്ങൾക്ക് ചെലവഴിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ കാണാത്തവരെ പോലെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ദുആ ചെയ്യാൻ പോവുകയാണ്. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. സ്വർണ്ണമല്ല വേണ്ടത്, ഓരോ പവൻ വെച്ച് തരാനല്ല ഞാൻ പറയുന്നത്. പെങ്ങളെ, 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 രോഗം പിടിച്ചു കിടക്കുന്നവരെ നിങ്ങളല്ലേ നോക്കാറുള്ളത്? അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾക്കറിയുമല്ലോ, അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ നിർത്തിയിട്ടില്ല. അല്ലാഹുവാണ് മനസ്സ് കൊടുക്കുന്നത്, പടച്ച റബ്ബാണ് മനസ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് പടച്ചവരെ, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. സ്വർഗമാ ഉമ്മമാര്, സ്വർഗമാ ഉപ്പമാര്, സഹോദരാ സ്വർഗമാ മോര്. അല്ലാഹു പറയുന്ന സ്വർഗം തരാമെന്ന്. ആരാണോ പടച്ച റബ്ബ് തന്നിരിക്കുന്ന സമ്പത്തില്ലെന്നൊരൽപ്പം അല്ലാഹു കൊടുത്താൽ അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ നല്ല മരണം തരാ. തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വന്നു. ലക്ഷാ പടച്ചവനെ, 70,000 മലക്കുകളെ കയ്യങ്കാല് പിടിച്ചു വെച്ച് റൂഹ് വലിച്ചെടുക്കുന്ന സമയം വരുമ്പോ വീൽ ചെയർ വാങ്ങിക്കൊടുത്തവര്, കട്ടില് വാങ്ങിക്കൊടുത്തവര്, രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തവര്, ആ സമയത്തതാ വരുന്ന മലക്കുകൾ കാണിക്കുകയാ. ആ കൊടുത്തതിന്റെ പ്രതിഫലം കണ്ടിട്ട് മരിക്ക്. വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയോ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയോ. ആ സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമോ. നല്ല മരണം വെറുതെ കിട്ടില്ല വാപ്പാ, നല്ല മരണം വെറുതെ കിട്ടില്ല പെങ്ങള്. ശരീരത്തു കിടക്കുന്ന സ്വർണ്ണാഭരണം മുഴുവനും ഊരിക്കൊടുക്കണ്ട പൊന്നുമോളെ. 1 ഗ്രാം സ്വർണ്ണമെങ്കിലും അല്ലാഹുവേ പാപങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരാമെന്ന് പറയുകയാണ്.
അതുകൊണ്ട് ഞാൻ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് സങ്കടമില്ല. അല്ലാഹുവല്ലേ മനസ്സ് കൊടുക്കുന്നത്, അല്ലാഹുവല്ലേ പറയിപ്പിക്കുന്നത്. ഞാൻ പടച്ചവനെ ഏൽപ്പിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ചവരെ, ഇതിനകത്ത് നീ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് റബ്ബേ. അവനെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുക്കുന്നുണ്ടോ അവരെ നിന്റെ അതിഥികളായി ഹജ്ജിന് മക്കത്ത് കൊണ്ടുപോകണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ.